അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് എക്സ് ഇന്റർസെപ്റ്റ് എന്നാണ്. എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഒരു ലൈൻ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്ത് കടന്നു പോകണമെന്ന് വിചാരിച്ചു. എക്സ് ആക്സിനെ ടച്ച് ചെയ്ത് കടന്നു പോയിട്ടുള്ള പോയിന്റ്, ആ കടന്നു പോകുന്ന പോയിന്റ് 5,0 ആണെന്ന് ഇരിക്കട്ടെ. കടന്നുപോയത് എവിടെ കൂടിയാണ്? 5,0 എക്സ് ആക്സിസിൽ. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5,0 എന്നല്ല എഴുതേണ്ടത്, 5 എന്ന് എഴുതണം. അത്രേ ഉള്ളൂ. ഒരു ലൈൻ കടന്നു പോകുന്നത് എക്സ് ആക്സിസിലെ 3,0 ആണെങ്കിൽ അതിന്റെ എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ്? 3. ഒരു ലൈൻ കടന്നു പോകുന്നത് എക്സ് ആക്സിസിലെ -3,0 ആണെങ്കിൽ അതിന്റെ എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ്? -3. അപ്പൊ എന്താണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? എക്സ് ആക്സിസിൽ എവിടെ കൂടിയാണോ ആ ലൈൻ കടന്നു പോകുന്നത് ആ പോയിന്റിനെയാണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്.